2026 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന 10 പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2026 ആയിരിക്കും ഒരു പക്ഷേ ലോകത്തിൽ നമ്മൾ ഇത്രയും കാലത്തിൽ ഫ്യൂച്ചറിൽ അത് സംഭവിക്കും ഇത് സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയുന്ന കാര്യങ്ങളില്ലേ, ആ ഫ്യൂച്ചർ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന വർഷം 2026 ആയിരിക്കും എന്നുള്ള ഒരു അസസ്മെൻ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന നിലം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2025 തുടക്കത്തിൽ ഞാൻ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വർഷത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള. ചിലരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എത്ര പെട്ടെന്ന് ഒരു വർഷം കടന്നുപോയേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ദെൻ സമയം എല്ലാ കാലത്തും ഒരേ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ആ സമയത്തെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ ടൈമിൻ്റെ വാല്യൂ അറിയില്ല, നമ്മൾ ബോറടിക്കുന്നില്ല. ശരിക്കും ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബോറടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു തോട്ട് പ്രോസസ്സ് നടക്കുന്നത് ബോറടി എന്നാണല്ലോ. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഫീഡുകളുടെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ട് ബോറടി എന്താണെന്നുള്ളത് അറിയാതെ പോകുന്നൊരു കാലമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 2026 ശരിക്ക് ജനറൽ പ്രഡിക്ഷനിൽ വേണമെങ്കിൽ പറയാം, പുതിയ ഐഫോൺ വരും, പുതിയ സാംസങ്ങിൻ്റെ മോഡൽ വരും, അത് വരും ഇത് വരും. ഇറ്റ്സ് ജസ്റ്റ് പ്രോഡക്റ്റുകളാണ്. നമ്മൾ നോർമലി അത്തരം ടോപ്പിക്കുകൾ എടുക്കാറില്ല. നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എർത്ത് ഷാറ്ററിങ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായിട്ട് മാറ്റാൻ സാധ്യതയുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ, ഒരുപക്ഷെ പ്രായത്തെ തടുത്ത് നിർത്തുന്നതോ അല്ലെങ്കിൽ പ്രായം എന്നുള്ളതൊരു സോഫ്റ്റ്വെയർ ആണ് എന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ വരുന്ന ബഗ്ഗുകളാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഏജിങ് എന്നുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ ചെറുക്കാം എന്നുള്ളത് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിലെ ഫസ്റ്റ് ട്രില്യനെയറായിട്ട് ഇലോൺ മസ്ക് മാറിയേക്കാമെന്ന്. അന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കൊരു 150 ബില്യണൊക്കെ അസറ്റേ ഉള്ളൂ. ബട്ട് ദെൻ കറൻ്റ്ലി അതൊരു 700 ബില്യണൊക്കെ കടന്ന വാർത്ത ഒരു പക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാതിരുന്നത് എപ്പോഴെപ്പോഴും നെട്ടാനും നമുക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമെന്നുള്ളത് നമ്മൾ മുൻപേ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വഴിയിൽ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ മെഗാ ട്രെൻഡ്സ് ആണ് ആക്ച്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ലോകത്ത് എന്തൊക്കെ മേഖലകളിൽ എങ്ങനത്തെ മുന്നേറ്റങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ക്ലോസ്ലി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. 2025 നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പ്ലാറ്റ്ഫോം കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ലോകത്ത് വളരെ കോമ്പീറ്റിംഗ് ആയിട്ട് ടെക്നോളജി സ്പേസിൽ 2 രാജ്യങ്ങൾ നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ട്. ലൈക്ക് എവറസ്റ്റ് പോലെ നിൽക്കുന്ന 2 രാജ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരുടെ മുന്നേറ്റങ്ങളൊക്കെ ഈ വർഷത്തിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഏജിങ്ങിൽ പ്രായത്തെ ചെറുത്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ചെറുത്ത് നിർത്താനോ അല്ലെങ്കിൽ എല്ലാവർക്കും മമ്മൂട്ടിയാകാനോ ലൈക്ക് അങ്ങനെ ഒരു ഉപമയുണ്ടല്ലോ, അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഒരു ഭാഗത്ത് ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. സ്പേസ് റേസിന് കൂടുതൽ പ്രാധാന്യം വരുന്ന വർഷമാണ്. 2026 ആയിരുന്നു ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ മാർസിലേക്കുള്ള പര്യവേഷണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന വർഷം. അപ്പോൾ അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ദെൻ കഴിഞ്ഞ വർഷം 2025 ഒരുപാട് മെഗാ ഇൻവെസ്റ്റ്മെൻറ്റുകൾ AI മേഖലയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രധാന കണ്ടൻറ് എന്ന് പറയുന്നത്. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഏജ് ഓഫ് ഇൻ്റലിജൻസ് എന്നുള്ള പേരിൽ എൻ്റെ ഒരു പുസ്തകം പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 ഞാനൊരു പുസ്തകം എഴുതിയതിന് ശേഷം അന്ന് DC ബുക്സ് ആയിരുന്നു അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2026 ജനുവരിയിൽ, അതായത് ഈ മാസം നമ്മൾ നമ്മുടെ പുതിയ പുസ്തകം ഏജ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് AI എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോകുന്നു, അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ അത് നമ്മൾ ശരിക്കും AI മനസ്സിലാക്കുന്നതിൽ പലർക്കും പിഴവുകൾ പറ്റാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ AI കൊണ്ട് മാത്തമാറ്റിക്സ് ചെയ്യിപ്പിക്കുന്നതോ അല്ലെങ്കിൽ AI കൊണ്ട് കറണ്ട് അഫെയർ ചോദിക്കുന്നതോ അല്ലെങ്കിൽ AIയോട് ഒരു ഫാക്ച്വലി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഉത്തരം വേണ്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൊക്കെ പലപ്പോഴും പിഴവുകൾ പറ്റാറുണ്ട്. എന്താ വെച്ചാൽ എന്താണിത് എന്ന് പെർസീവ് ചെയ്യുന്നതിലുള്ള പ്രയാസമാണ്. അപ്പോൾ പല ഇൻഡസ്ട്രികളെയും AI നിലവിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ഈ കാണുന്ന ChatGPT ജെമിനി മാത്രമൊന്നുമല്ല. അപ്പോൾ ഡീപ്പ് മൈൻഡൊക്കെ ഒരുപാട് മെഡിക്കൽ റിസർച്ചിലും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആൽഫ ഫോൾഡിങ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ കിട്ടിയതെന്ന് നമ്മൾ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രോട്ടീൻ ഫോൾഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ AI ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ആക്ച്വലി ഇത് എൻ്റെ ഒരു കോർ, എൻ്റെ മാത്രം വർക്കല്ല. ഞാനത് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ചൈനയിൽ പോയ സമയത്ത് ഷിങ്ഹ്വാ യൂണിവേഴ്സിറ്റി ഉണ്ട്, ചൈനയുടെ MIT എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അവർ പുറത്തിറക്കുന്ന ഒരു പുസ്തകമുണ്ട് ശരിക്കും ഈ AIയെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ. അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ചൈനീസിൽ ഇറക്കുന്ന പുസ്തകമാണ്. അപ്പോൾ അത് വായിക്കാനിടയാവുകയും, എനിക്ക് ചൈനീസ് അറിയില്ല, ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചാണ്. അപ്പോൾ അത്തരത്തിലൊരു പുസ്തകം ആ ഒരു ശൈലി പിന്തുടർന്നുകൊണ്ട്, ആ ഒരു സ്ട്രക്ചർ പിന്തുടർന്നുകൊണ്ട്, എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി എഴുതുകയും ഒരുപാട് ലൈക്ക് നരേഷനൊക്കെ മാറ്റിയിട്ടുള്ള ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏജ് ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. പ്രീ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓതർ സൈൻഡ് ആയിട്ടുള്ള കോപ്പി ലഭിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റിൽ
ടൈറ്റിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറേ കാലമായിട്ട് ഡിജിറ്റൽ വേൾഡിനകത്താണ് പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങളൊക്കെ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം തെളിവുകളൊക്കെ അങ്ങനെയാണ്. ChatGPT ജെമിനായോ അല്ലെങ്കിൽ അങ്ങനത്തെ മാറ്റങ്ങളാണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ എല്ലാം വരുന്ന മാറ്റങ്ങളൊക്കെ ഫിസിക്കൽ വേൾഡിലേക്ക് എത്തുന്നതിന് കുറച്ച് സാവധാനം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെഡിസിൻ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങളിലും കുറച്ചും കൂടെ ലോകം സ്ലോ ആണ്. എന്നാൽ ഡിജിറ്റൽ വേൾഡിലെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ബട്ട് ദെൻ 2026 ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ എന്തൊക്കെ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കണ്ടിരുന്നോ, ഇതേ കാര്യങ്ങൾ ഫിസിക്കൽ വേൾഡിലും സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് സ്പേസ് റേസിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ജെഫ് ബേസോസും ഇലോൺ മസ്കും തമ്മിൽ ശരിക്കും ഈ കാര്യത്തിലുള്ള ഒരു കോമ്പറ്റീഷനെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇലോൺ മസ്കിന് അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുണ്ട്. അതിൻ്റെ IPO വരാൻ പോകുന്നു. അതാണ് ശരിക്കും അദ്ദേഹത്തെ ട്രില്യനെയറാക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ടെസ്ലയും മറ്റൊന്നുമല്ല. എന്തായാലും ഈ കമ്പനി ആക്ച്വലി കോമ്പീറ്റ് ചെയ്യുന്നത് ബ്ലൂ ഒറിജിനുമായിട്ടാണ്. 2 ലോകത്തിലെ പ്രധാനപ്പെട്ട ബില്യനേഴ്സ്. ഒരു സമയത്ത് ജെഫ് ബേസോസ് ആയിരുന്നു മുകളിൽ, പിന്നീട് ഇലോൺ മസ്ക് ക്യാച്ചപ്പ് ചെയ്തതാണ്. ക്യാച്ചപ്പ് ചെയ്യുക മാത്രമല്ല, പിന്നീട് ഒരുപാട് മുൻപോട്ട് പോയി. സ്റ്റാർലിങ്കും സ്പേസ് എക്സും ആണ് ഇന്ന് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഏജൻസി എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ബ്ലൂ ഒറിജിൻ ഇപ്പോൾ പിന്നാലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ 2026 ആദ്യം മൂൺ ലാൻഡിങ് നടത്തുക, മൂണിലേക്ക് ആദ്യം മനുഷ്യനെ എത്തിക്കുക സ്പേസ് എക്സ് ആയിരിക്കില്ല. ജെഫ് ബേസോസിൻ്റെ ബ്ലൂ ഒറിജിൻ ഫസ്റ്റ് ലാൻഡ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളം ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും ആണ്. അപ്പോൾ അത് റോക്കറ്റ് ഫ്യൂവലായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു മൂണിനെ ഒരു ഗ്യാസ് സ്റ്റേഷനാക്കി മാറ്റുക എന്നുള്ള ആശയത്തോട് കൂടിയിട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ സ്പേസ് മിഷൻസിന് വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം മൂണ് അതുപോലെ മറ്റ് ആസ്ട്രോയിഡുകളെയൊക്കെ മൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലൊക്കെ മൂണിനെ ഒരു ബേസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഫ്യൂവൽ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട. അപ്പോൾ ഇലോൺ മസ്ക് 2026 അല്ലെങ്കിൽ 2027 ഒരു മാഴ്സ് മിഷൻ പറയപ്പെടുന്നുണ്ടല്ലോ. കാരണം മാഴ്സും ഭൂമിയും തമ്മിലുള്ള ദൂരം ഏറ്റവും കുറയുന്ന ഒരു പീരീഡൊക്കെയാണ്. അപ്പോൾ ആ വിൻഡോ അദ്ദേഹം ഉപയോഗിക്കുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ നിലവിലുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർഷിപ്പ് പോകുന്നു. ഇപ്പോൾ സ്റ്റാർഷിപ്പ് കഴിഞ്ഞ കുറച്ചായിട്ട് നന്നായിട്ട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനെ ക്യാച്ച് ചെയ്യുന്ന വലിയ റോബോട്ടിക് ആമുകളാണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ടെക്നോളജിയിൽ വരുന്ന വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതാണെങ്കിലും ബൂസ്റ്റർ റോക്കറ്റുകൾ തിരിച്ചു കൊണ്ടുവരുന്നതാണെങ്കിലൊക്കെ ഒരുപാട് പ്രോഗ്രസ്സുകൾ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇനി അവർ ശരിക്കും അതിൻ്റെ ആക്ച്വൽ ഫ്ലൈറ്റിലേക്കൊക്കെ പോകാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഓർബിറ്റൽ റീഫ്യൂവലിംഗ് എന്ന് പറയും. ഇവിടെ നിന്ന് സ്റ്റാർഷിപ്പ് പോകും, എന്നിട്ട് അത് ഓർബിറ്റിൽ ഡോക്ക് ചെയ്യും, തൽക്കാലത്തേക്ക് അവിടെ പാർക്ക് ചെയ്യും. എന്നിട്ട് അടുത്ത ടാങ്കർ റോക്കറ്റ് ചെന്നിട്ട് അതിനെ ഫ്യൂവൽ ചെയ്തിട്ട് വേണം അതിന് പിന്നീട് അങ്ങോട്ട് പോകാനുള്ള. അപ്പോൾ അതൊരു ഭയങ്കര എഞ്ചിനീയറിംഗ് നൈറ്റ്മെയർ ആണ്. ആ ഒരു പരിപാടിയാണ് ഇലോൺ മസ്ക് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലാൻ മാർസിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് സഡൻ അജണ്ടയിൽ മൂൺ വരുന്നില്ല, പക്ഷേ ബ്ലൂ ഒറിജിൻ അപ്പോൾ മൂണിലേക്ക് ഫസ്റ്റ് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ശരിക്ക് ഒരു പക്ഷേ മനുഷ്യന് കുറച്ച് കാലങ്ങളായിട്ട് ബഹിരാകാശത്തേക്കൊക്കെ ടൂർ പോകുന്നതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി അവർ ബിൽഡ് ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് ജെഫ് ബേസോസ് മുൻപ് ഒരു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൽ. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്പനി സക്സസ്ഫുൾ ആയത് എന്താ വെച്ചാൽ അമേരിക്കയിൽ വളരെ പ്രോപ്പറായിട്ടുള്ള പോസ്റ്റൽ സർവീസുകൾ ഉണ്ടായതും ഇൻ്റർനെറ്റ് ഉണ്ടായതൊക്കെയാണ് ആമസോൺ എന്നുള്ള കമ്പനി വിജയിക്കാനുള്ള കാരണം. കാരണം ഇത് രണ്ടും ഇല്ലാത്തൊരു നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് പ്രസക്തിയില്ല. ഇത് ഡെലിവറി ചെയ്യാനുള്ള സിസ്റ്റംസ് ഇല്ലെങ്കിൽ അഗെയിൻ ആ പ്രസക്തി ഇൻ്റർനെറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും ബൈ ചെയ്താലും ഡെലിവറി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടായത് അവരെ നന്നായിട്ട് തുടങ്ങിയ കാലത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പേസിലേക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ ഒരു ഗോളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ഒറിജിൻ അതിൽ വലിയൊരു സ്റ്റെപ്പ് വെക്കുന്നതിലേക്കുള്ള ഒരുപാട് അച്ചീവ്മെൻറ്റുകൾ റീസെൻ്റ്ലി ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലുള്ള വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി ടെക്നോളജി ലീപ്പൊക്കെ ചെയ്തിരുന്ന ബ്ലൂ ഒറിജിൻ ആയിരുന്നു. അതായത് റീയൂസബിൾ റോക്കറ്റുകൾ കൊണ്ടുവരുന്നു മറ്റുമൊക്കെ ആദ്യം അവരാണ് അച്ചീവ്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ദെൻ അതിൽ ഫാൽക്കൺ സീരീസും മറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ നടത്തി ഒരുപാട് മുൻപോട്ട് പോയത് പിന്നീട് സ്പേസ് എക്സ് ആണ് എന്നുള്ളതാണ് പിന്നീട് കാലം തെളിയിച്ചത്. എന്തായാലും ആ ഒരു മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് 2026 ഒരു ഫസ്റ്റ് ഷോക്ക് എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ മേഖലയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു പേഴ്സണൽ വെൽബീയിങ്ങിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യരുത്, വ്യായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അറ്റ് സം പോയിൻറ്റ് ടെക്നോളജിയിലോ സയൻസിലോ ഒക്കെ നല്ലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് അങ്ങോട്ട് പ്രായത്തെ ഒരു പക്ഷേ അവിടെ നിലനിർത്തിയിട്ട് പിന്നെ അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കൊല്ലം നമ്മളെ ബോഡിക്ക് ഏജ് ആവില്ല, ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ ഏജ് ആവുള്ളൂ. ചിലപ്പോൾ അതല്ല നമുക്ക് പ്രായത്തെ റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ ഈ എപ്പിജനറ്റിക് പ്രോഗ്രാമിംഗ് എന്നുള്ള മേഖലയിൽ റിസർച്ച് ചെയ്യുന്ന ഡോക്ടർ ഡേവിഡ് സിൻക്ലെയർ ഉണ്ട്. പുള്ളിയുടെയൊക്കെ ഡയറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകളൊക്കെ
സോഷ്യൽ മീഡിയയിൽ കട്ടിങ്സ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇന്നിപ്പോൾ RKൻ്റെ ആൾക്കാരാണല്ലോ, അഥവാ റിയൽ നോളജിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ബട്ട് ദെൻ ആ മേഖലയിൽ ഒരുപാട് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയെ ഇമാജിൻ ഇറ്റ്സ് ലൈക്ക് കമ്പ്യൂട്ടർ പോലെ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ കുറേ കാലം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ ബഗ്ഗുകളൊക്കെ വരില്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഗ്ഗുകളാണ്. അപ്പോൾ അതിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ഒരു ആശയം പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3 ജീനുകൾ, യമനാക്ക ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അവർ പറയുന്നത്. ഇത് അവർ ഓൾറെഡി എലികളിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മങ്കീസിൽ കാര്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. 2026 അവരതിൻ്റെ ഹ്യൂമൻ ട്രയൽസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് കാഴ്ച ശക്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് കണ്ണിലുള്ള ഓൾഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്തിട്ട് യങ് സെൽസിനെ കൊണ്ടുവരിക. അപ്പോൾ ഓൾഡിൽ നിന്ന് യങ് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കാഴ്ച ശക്തി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതേ പ്രോസസ്സ് അവർ നമ്മുടെ ബോഡിയിലുള്ള ഓരോ അവയവങ്ങളിലേക്ക്, ലിവറിലേക്കോ അല്ലെങ്കിൽ ഹാർട്ടിലേക്കോ അല്ലെങ്കിൽ കിഡ്നിയിലേക്കോ മറ്റുമൊക്കെ അവർക്ക് ആ സെയിം സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു എപ്പിജനറ്റിക് റീപ്രോഗ്രാമിങ് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി നമ്മൾ ഒരു പുതിയ കൈൻഡ് ഓഫ് മെഡിക്കൽ പ്രോട്ടോക്കോളുകളും ട്രീറ്റ്മെൻറ്റ് മെത്തഡോളജിയും ഒക്കെ വരാനുള്ള ഒരു സാധ്യത പറയപ്പെടുന്നു. നമ്മളൊക്കെ നമ്മുടെ ബോഡിയിലുള്ള നിലവിലുള്ള അവയവങ്ങളുടെ ലൈഫ് സ്പാനിനെ കുറിച്ചൊരു ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രിൻറ്റ് ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്ന പോലെയുള്ള ഒരു ഫ്യൂച്ചർ ഒരു പക്ഷേ നടന്നേക്കാം. അപ്പോൾ ഡേവിഡ് സിൻക്ലെയറിൻ്റെ ഈ എപ്പിജനറ്റിക് റീപ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഈ ഒരു വർഷത്തിൽ കാര്യമായിട്ട് അതിലുള്ള പ്രോഗ്രസ്സുകൾ, ഹ്യൂമൻ ട്രയലുകൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇന്നലെ ഒരു വാർത്ത കണ്ട എന്താണെന്ന് വെച്ചാൽ, ബ്രെയിൻ കമ്പ്യൂട്ടർ ചിപ്പ് ഇൻ്റർഫേസുകളുണ്ടല്ലോ, ന്യൂറാലിങ്കിൻ്റെ, ഇലോൺ മസ്കിൻ്റെ കമ്പനി, അവരും അത് ഹ്യൂമൻ ട്രയലൊക്കെ കാര്യമായിട്ട് മാസ് പ്രൊഡക്ഷനിലേക്ക്, ഈ ചിപ്പുകളുടെ പ്രൊഡക്ഷനിലേക്ക് പോവുകയാണെന്ന് കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന പല ആശയങ്ങളും ഈ വർഷം യാഥാർത്ഥ്യമാവുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിയൽ വേൾഡിൽ ഇപ്പോൾ ഞാൻ വണ്ടികളിൽ എപ്പോഴും ആൾക്കാർ കളിയാക്കുന്ന കാര്യമുണ്ട്. ആൾക്കാർ വണ്ടി സെൽഫ് ഡ്രൈവ് ചെയ്യും, പക്ഷേ 50 കൊല്ലത്തേക്ക് വരില്ല, 100 കൊല്ലത്തിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. നിങ്ങൾ 2025 ഡാറ്റ ശ്രദ്ധിച്ചിരുന്നോ? ടെസ്ല റോബോ ടാക്സികൾ തുടങ്ങി. വെയ്മോ വെയ്മോ പറഞ്ഞ ഗൂഗിളിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ ഡിവിഷൻ, അവർ ഒരു മാസം ഏകദേശം 10 ലക്ഷം റൈഡുകൾ ഓഫർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഇത് അമേരിക്കയിൽ പല സിറ്റീസിലും നിലവിൽ ആക്റ്റീവാണ്. ഈവൻ UAE പോലും റോബോ ടാക്സി സർവീസുകളൊക്കെ ആക്റ്റീവായി തുടങ്ങി. അപ്പോൾ ശരിക്കും റിയൽ വേൾഡിൽ ഇത് വന്നു കഴിഞ്ഞു. അപ്പോൾ ലെവൽ 5 ഓട്ടോണമി എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് വരികയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് ഫീറ്റ് ഇവർ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പതിയെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരാൻ തുടങ്ങും. നമ്മുടെയൊക്കെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മുൻപ് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള സഫീഷ്യൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ള ലെവൽ 5 ഓട്ടോണമി ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ, ബ്രെയിനാണ് ശരിക്കും. അപ്പോൾ ബ്രെയിൻ ഇപ്പോൾ റെഡി ആകുന്നു. ഇനി ഇതിനെ ഫിസിക്കൽ ഫോമിൽ രൂപമാറ്റം വരുത്തിയാൽ, നിലവിൽ കാറിൻ്റെ രൂപത്തിലുള്ള സാധനം പിന്നീട് റോബോട്ടിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. അത് ശരിക്ക് നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരും. അപ്പോൾ ഇത് 2026 നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ സൈഡ് റെഡി ആയിട്ടുള്ളൂ. അതേസമയം അതിൻ്റെ റോബോട്ടിക് പാർട്ട് അല്ലെങ്കിൽ ആ ഒരു മേക്കിങ്ങിൽ ഇനിയും കുറച്ച് കോംപ്ലക്സിറ്റിയും കൂടെ ഉണ്ട്. ബട്ട് ദെൻ അധികം വൈകാണ്ട് സോൾവ് ആവും. ഇതിനുള്ളൊരു പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ, യൂണിട്രിയുടെ ഒരു റോബോട്ട് ഇപ്പോൾ ഒരു വലിയ കൺസേർട്ടിൽ ഡാൻസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. എത്ര സ്പീഡിൽ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ഡാൻസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി 2026 ഇത്തരം 20 ലക്ഷം രൂപ എങ്ങാണ്ടുള്ളൂ ആ റോബോട്ടിൻ്റെ കറൻലി ഞാൻ വില അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വരും. ഇപ്പോൾ എന്താ വെച്ചാൽ, മനുഷ്യർക്ക് ശരിക്കും ആദ്യം നമ്മൾ കരുതിയിരുന്നത് എന്താ വെച്ചാൽ, ഒരു സാധനത്തിനെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് ഏറ്റവും ടഫ്. അതാണ് നമ്മൾ റോബോട്ടിനോട് സംസാരിച്ചു, റോബോട്ട് എന്നോട് തിരിച്ച് വർത്താനം പറഞ്ഞു എന്നുള്ളത് ഭയങ്കര സംഭവമായി മാറുന്നത്. ആക്ച്വലി അത് ഒരു ഈസി പ്രോബ്ലമാണ്. പകരം എന്താ വെച്ചാൽ, ഒരു കുട്ടി നടക്കുന്ന പോലെ പോലും റോബോട്ടിന് നടക്കാൻ കഴിയില്ല. അത് ഒരു ഹാർഡ് പാർട്ടാണ്. അപ്പോൾ ആ ഹാർഡ് പാർട്ട്, ആ ഒരു ഫിസിക്കൽ പ്രോബ്ലം, ഫിസിക്സ്, കാരണം എന്താ വെച്ചാൽ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടഫായിട്ടുള്ള കാര്യം, ഒരു കാല് പൊക്കാൻ കഴിയണ്ടേ. അപ്പോൾ ഹ്യൂമനോയിഡ് രൂപത്തിലുള്ള റോബോട്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്ന വർഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 നമ്മൾ ആ മേഖലയിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാറിൻ്റെ കാര്യത്തിൽ ലെവൽ 5 ഓട്ടോണമി ഈ വർഷം അച്ചീവ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. റോബോ ടാക്സി സർവീസുകൾ കൂടുതൽ സ്ഥലത്തേക്ക് വരും. ഇതൊക്കെ നമുക്ക് ഈ വർഷം എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാര്യങ്ങൾ കൂടുതൽ റിയൽ വേൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ്, 2026 AI കാര്യത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പോൾ എന്താ ഉണ്ടാവുക, ChatGPT 6 വരും, അല്ലെങ്കിൽ 7 വരും, കുറച്ചും കൂടെ ബെറ്റർ AI വരും എന്നുള്ളതല്ലാതെ ഇതിലൊരു 100x ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? മിക്ക
മിക്കപ്പോഴും ഉണ്ടാവില്ല. ബട്ട് ദെൻ അതിന് വേണ്ടുന്ന നിലം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വീടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ ഒരു നിയർലി $400 ബില്യൺ US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന ഇതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആർക്കൊന്നും അറിയില്ല. ബട്ട് ദെൻ 2026 മേജർ ബ്രേക്ക് ത്രൂകൾ വരാൻ സാധ്യതയുള്ളത് ചൈനയുടെ ഭാഗത്തു നിന്നാണ് എന്ന് നിരീക്ഷണം കാണുന്നുണ്ട്. ഈ മേഖലയിലുള്ള ഒരുപാട് എക്സ്പേർട്ടുകൾ പറയുന്നതാണ്. ഈ പറയുന്ന പല അഭിപ്രായങ്ങളും എൻ്റേത് മാത്രമല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിലൂടെ ജംപ് ത്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ചാപ്റ്റേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അധിക വീഡിയോക്കും കൊടുക്കാറുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വേണമെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാതെന്നുണ്ടെങ്കിൽ. പറഞ്ഞു വരുന്നത് ചൈനയുടെ ഡെവലപ്മെൻറ്റുകൾ അത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദെൻ പ്രത്യേകത എന്താ വെച്ചാൽ US ചൈനയുടെ മേലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് NVIDIAയുടെ ചിപ്പുകളുടെ കാര്യത്തിൽ മറ്റൊക്കെ വെച്ചിട്ടുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവർ അതിന് പരിഹാരം കാണുന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോൾ അതുകൊണ്ടാണ് DeepSeek ഭയങ്കര വൈറലായത്. പിന്നീട് അതേ കപ്പാസിറ്റിയിൽ അതിന് മുകളിലെ കപ്പാസിറ്റിയിൽ കിമി K2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ വന്നു. ഇപ്പോൾ അവിടുന്ന് ഒരു 50 കമ്പനികളെങ്കിലും ഏതാണ്ട് ഈ സിമിലർ ക്വാളിറ്റിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്നത് വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ചൈനയുടെ ഒരു റിയൽ ബ്രേക്ക് ത്രൂ മൊമെൻറ്റ് വരാൻ പോകുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 കാര്യങ്ങൾ മാസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. ഒന്ന് ക്വാണ്ടൈസേഷനും 2 ടെർണറി കമ്പ്യൂട്ടിങ്ങും. ഇതെന്താണെന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു യാത്ര പുറപ്പെടുകയാണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ബഗേജ് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ക്ലീൻ ആയിട്ടും മറ്റുമൊക്കെ അടുക്കി വെച്ചിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അടുക്കി വെച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബാഗിനകത്ത് ഒരു കംപ്ലീറ്റ് വാർഡ്രോബൊക്കെ കൊള്ളിക്കൂലേ. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ചൈന എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ഇല്ല. കാരണം എന്താ വെച്ചാൽ NVIDIAയുടെ ചിപ്പുകൾ വെക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസിനെ മാക്സിമം കംപ്രസ് ചെയ്തിട്ട്, അതായത് ക്വാളിറ്റി പോവാതെ കംപ്രസ് ചെയ്തിട്ട് വീക്കർ ആയിട്ടുള്ള ഹാർഡ്വെയറിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ. കാരണം എന്താ വെച്ചാൽ ഡാറ്റ കംപ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഹാർഡ്വെയറിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ വീക്കർ ഹാർഡ്വെയറിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ക്വാണ്ടൈസേഷൻ ചെയ്ത് അവർ ഇൻ്റലിജൻസിനെ കംപ്രസ് ചെയ്തിട്ട് ആ മേഖലയിൽ ഒരു ക്വാണ്ടം ലീപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചൈന ഒരുപാട് മുൻപോട്ട് പോകും. അപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് AI മേഖലയിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ 2026 നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഒരു പക്ഷേ അമേരിക്കൻ ഹെജിമണി ഇതെന്താ വെച്ചാൽ ലോകം 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചൈന എത്ര മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ മാസ് സ്കെയിൽ അഡോപ്ഷൻ എങ്ങനെയായിരിക്കും, അതിനെ ഇനി ലീഗലി തടയോ അല്ലെങ്കിൽ സ്പ്ലിൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 2 ഭാഗമാക്കി മാറ്റിയാൽ ഇപ്പോൾ വാവേയുടെ ഒക്കെ കയ്യിലുള്ള ടെക്നോളജി പലപ്പോഴും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്കോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒന്നും കയ്യിലുണ്ടാവില്ല. ഹവാവേയുടെ കയ്യിലുള്ള ഫോണിൻ്റെ കാര്യത്തിൽ മറ്റൊക്കെയുള്ള ടെക്നോളജി, അല്ലെങ്കിൽ ഇവൻ വണ്ടികളാണ് എന്നുണ്ടെങ്കിൽ 50-60 ലക്ഷം റുപ്യക്കൊക്കെ അവർ മാർക്കറ്റിൽ റോൾസ് റോയ്സിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സും ആഡംബരമൊക്കെ ഉള്ള വണ്ടികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ട് ദെൻ അങ്ങനെ ഒരു ലോകം 2 ചേരിയായിട്ട് നിന്നിട്ട് വേണമെങ്കിൽ ചൈനയുടെ മുന്നേറ്റങ്ങളെ കാണാതെ നിന്നേക്കാം. ബട്ട് ദെൻ ചൈന ഈ മേഖലയിൽ അടിച്ചു കയറി മുൻപോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇൻഫറൻസ് സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, AI ഒക്കെ ഇപ്പോൾ നിലവിലുള്ള AIയിൽ 2 ഭാഗമാണുള്ളത്. ഒന്ന് ട്രെയിനിങ് പീരീഡിന് ചിപ്പുകൾ വേണം, 2 ഇൻഫറൻസിന്, അതായത് നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാക്കി തരുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പീഡ് ഒരുപാട് കൂടും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചൈനീസ് മോഡലുകൾ കൂടുതൽ റിലയബിൾ ആകും. അപ്പോൾ ആ മേഖലയിലൊക്കെ അവർ DeepSeek ഒക്കെ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇൻഫറൻസിന് വേണ്ട അത്രയും ഹാർഡ്വെയർ അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും DeepSeekൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരങ്ങൾ കിട്ടാത്ത, അല്ലാതെ അവരുടെ ഇൻ്റലിജൻസ് മോശമായിട്ടല്ല, അതിൻ്റെ ഒരു ഇൻഫറൻസ് സ്പീഡിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ അവർ സോൾവ് ചെയ്യുന്ന വർഷമായിരിക്കും 2026 എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് AI വലിയ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ സോൾവ് ചെയ്യാൻ കഴിയാത്ത മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് AIക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന വർഷമായിരിക്കും 2026 എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ ശരിക്കും ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ AI സ്റ്റംബിൾ ചെയ്യുന്ന കുറേ മേഖലകളാണ്, പ്രധാനമായിട്ടും മാത്സും കറണ്ട് അഫെയർസും അല്ലെങ്കിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ ഇത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇത് ടോക്കൺ പ്രഡിക്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇത് മനസ്സിലാക്കുന്നതും അതിൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുറേറ്റ് പ്രഡിക്ഷനാണ് ശരിക്കും, അല്ലാതെ മനുഷ്യൻ്റെ ഇൻ്റലിജൻസ് പോലെയല്ല. ബട്ട് ദെൻ ഒരു പരിധിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റലിജൻസും പ്രഡിക്ഷൻ ആണല്ലോ അല്ലേ. നമ്മൾ ഈ ഒരുപാട് പഠിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് നമ്മളെ മുൻപോട്ടുള്ള കാര്യങ്ങളെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുകയും ഓരോ കാര്യത്തിലും നല്ല തീരുമാനം എന്ന് പറഞ്ഞാൽ നല്ല പ്രഡിക്ഷൻസ് ആണല്ലോ. അപ്പോൾ ശരിക്കും അതും ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ ഈ AI-യുടെ ഈ പ്രഡിക്ഷൻ സിസ്റ്റംസ് ശരിക്കും കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും മാത്തമാറ്റിക്സിലെ പ്രോബ്ലംസ് വരെ സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ നേവിയർ സ്റ്റോക്സ് ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്നത്, ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ വിമാനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്, വെതർ മോഡലുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അതിപ്പോഴും അതിൻ്റെ മാത്സ് ഒന്നും നമ്മൾ പെർഫെക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ് എടുത്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഡീപ്പ് മൈൻഡിൻ്റെയോ
അല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ കമ്പനിയുണ്ട് XAI. ഡീപ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നമ്മൾ കുറച്ചായിട്ട് സംസാരിക്കുന്നുണ്ട്. ബട്ട് ദെൻ അതിൽ എനിക്കൊരു നല്ല ഇൻസൈറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടി. എന്താ വെച്ചാൽ ജെമിനൈനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആക്കിയതിൽ നമ്മൾ ഡെമിസ് ഹസാബിസിൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ബട്ട് ദെൻ ഞാൻ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിനേക്കാൾ അതിൽ റോൾ ഉണ്ടായിരുന്ന ചങ്ങാതി നോം ഷസീർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. നോം ഷസീറിനെ ഞാൻ മുൻപ് വാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് 2024 ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ $2.7 ബില്യൺ ഏകദേശം 10-25,000 കോടി രൂപ ചിലവാക്കിയ വാർത്ത അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. മൈ മിസ്റ്റേക്ക്. അതെന്താ വെച്ചാൽ 2021 ശരിക്കും ഇയാൾ ഗൂഗിൾ വിട്ടതാണ്. എന്താ വെച്ചാൽ ChatGPT ഒക്കെ ഇറങ്ങുന്നതിൻ്റെ ഒരു 1.5 കൊല്ലം മുൻപേ ഈ മോഡൽ ഗൂഗിൾ പുറത്തിറക്കുന്നതിന്, അത് നിലവിലുള്ള LLM മോഡലുകൾ പുറത്തിറക്കുന്നതിന് ഗൂഗിൾ സപ്പോർട്ട് നൽകാത്ത കാരണം ഗൂഗിൾ പേടിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനൊക്കെ ബാധിക്കും എന്നുള്ള കാരണം കൊണ്ട്. കാരണം തെറ്റുത്തരങ്ങൾ പറഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കുമല്ലോ. അപ്പോൾ അവരത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ദേഷ്യത്തിൽ ഈ ചങ്ങാതി ഇറങ്ങിപ്പോയി. പിന്നീടാണ് ക്യാരക്ടർ AI എന്നൊക്കെ പറഞ്ഞ് വേറെ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പിന്നീട് അതൊരു നഷ്ടമാണ്. 3 കൊല്ലം ഇയാൾ പുറത്ത് പോയി വർക്ക് ചെയ്തപ്പോഴേക്കും 25,000 കോടി രൂപയുടെ കമ്പനി ഉണ്ടാക്കി. പിന്നെ അത് വാങ്ങിയിട്ടാണ് ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഈ നോം ഷസീറാണ് അത്ര ഇന്നത്തെ ജെമിനൈയുടെ ഇന്നത്തെ ഈ ഉള്ള നിലവിലുള്ള അഡ്വാൻസ്മെൻറ്റുകൾക്കൊക്കെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. ജെമിനി അടിപൊളിയായിട്ടുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ChatGPT-യുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് യൂസേഴ്സ് സ്റ്റിൽ വെരി 10% ഒക്കെ ഉണ്ടാവുള്ളൂ ChatGPT-യുടെ ഡയറക്റ്റ് കമ്പാരിസൺ വരികയാണെങ്കിൽ. ബട്ട് ദെൻ ജെമിനൈക്ക് ഒരുപാട് മുൻപോട്ട് പോകാനുള്ള ഒരുപാട് മോട്ട് ഗൂഗിളിൻ്റെ കയ്യിലുണ്ട്. എന്താ വെച്ചാൽ ഗൂഗിൾ കാലങ്ങളായിട്ട് ലോകത്തുള്ള മൊത്തം ഡാറ്റയും സ്ട്രക്ചർ ചെയ്യുന്ന പണി എടുത്തതുകൊണ്ട് ഡാറ്റ അവരുടെ കയ്യിൽ ഒരുപാടുണ്ട്. അവർക്കൊരു സ്പെഷ്യൽ ആക്സസ് ഉണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും മറ്റുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവരതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് 2026 കാണേണ്ടതാണ്. ഈ ഡീപ്പ് മൈൻഡ് ഡെമിസ് ഹസാബിസ് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഗൂഗിൾ ഡീപ്പ് മൈൻഡാണ്. അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയായിരിക്കും, മേജർ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് 2026 നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പ്രോട്ടീൻ ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിന് നോബൽ സമ്മാനം കിട്ടിയത് നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിമിലർ സാധനങ്ങൾ മെഡിക്കൽ റിസർച്ചിലും മറ്റുമൊക്കെ അവർ കൊണ്ടുവരികയും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിലേക്ക് വരികയൊക്കെ ചെയ്താൽ ഈ ഡെമിസ് ഹസാബിസ് ഒരു വണ്ടർഫുൾ വ്യക്തിയാണ്. നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെസ്സ് കളിക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ചെസ്സ് കളിക്കുന്ന പോലെ ഒരു 10 മൂവൊക്കെ നമ്മളെക്കാൾ മുൻപോട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ അദ്ദേഹം ചെയ്തതിന് തെളിവുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേജർ ബ്രേക്ക് ത്രൂകൾ നമുക്ക് ആ മേഖലയിൽ ഈ വർഷം പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഈ റിമോട്ട് ടൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡീപ്പ് ഫേക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഡീപ്പ് ഫേക്കുകൾ ഒരു പരിധി വരേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് ഈ CCTV ഫുട്ടേജൊക്കെ പോലെ വരുന്ന അല്ലെങ്കിൽ വണ്ടിയുടെ ഡാഷ് ക്യാം വീഡിയോസൊക്കെ പോലെ വരുന്ന ഒരുപാട് AI കണ്ടൻറ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൺസ്യൂം ചെയ്യുന്നതിൽ ഒരു 30% കണ്ടൻറ്റെങ്കിലും AI സ്ലോപ്പുകളാണ് എന്നുള്ള ഒരു നിരീക്ഷണം കാണുന്നുണ്ട്. അതായത് നമ്മൾ പോലും അറിയാതെ ഒരുപാട് AI കണ്ടൻറ്റ് നമ്മളിപ്പോൾ ദിനംപ്രതി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഏകദേശം ആ റിയാലിറ്റി ഫേക്കും തമ്മിലുള്ള ആ ഗ്യാപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ ബ്ലർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വർഷം അതിൽ ഒരുപാട് മുൻപോട്ട് പോകും. ഒരുപക്ഷെ നമുക്കൊക്കെ നമ്മുടെ AI അവതാറുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെപ്പോലെ തന്നെ ഇപ്പോൾ അവിടെയും കണ്ട് ഇവിടെയും കണ്ട് കുമ്പിടിയാണെന്ന് പറയില്ലേ, അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ 3-4 മീറ്റിംഗ് ഒരേ സമയത്ത് നമ്മുടെ AI അവതാറുകളൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും. ആ മീറ്റിങ്ങിലൊന്നും പങ്കെടുത്ത ആൾക്കാർക്ക് ഇത് ഒറിജിനൽ അല്ല എന്ന് പറയാൻ കഴിയാത്ത രീതിയിലേക്കൊക്കെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റുകൾ നമ്മൾ ആ മേഖലയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ്സ് സംതിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതൊരു സ്കെയറി പാർട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സത്യം എന്നുള്ളതിൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സത്യാനന്തര കാലത്തിലേക്ക് നമ്മൾ മെല്ലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കേട്ടതും കണ്ടതും ഒന്നും സത്യം അല്ലെങ്കിൽ പിന്നെ എന്താണ് സത്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇത് വലിയ സോഷ്യൽ എക്സ്പെരിമെൻറ്റാണ്. ഇത് നമ്മളിലേക്ക് ഇങ്ങനെ കണ്ട് വരുന്നു, എന്നിട്ട് ഇതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നോക്കുന്ന ഒരു ശാസ്ത്രകാലം കൂടിയാണ്. അപ്പോൾ ഇറ്റ്സ് സംതിങ് ഗവൺമെൻറ്റുകളൊക്കെ ഇത് റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് പിറകിലാണ്. അപ്പോൾ ദാറ്റ് സംതിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത് സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കും. ഇപ്പോൾ നമ്മളിതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നമ്മുടെ മേലെയും കൂടെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു ഭാഗമുണ്ട്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ കമ്പനികൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. അതായത് നമ്മൾ സാമ്പ്രദായിക രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളിൽ CRM കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ KPIs കൊണ്ടുവരുന്നു, ഡാഷ്ബോർഡ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നോർമൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ രീതി. അതായത് അതിൻ്റെ കോർ സിസ്റ്റം അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡിജിറ്റൽ സാധനങ്ങളും മറ്റൊക്കെ ഇങ്ങനെ പാച്ചപ്പ് ചെയ്യാണ് ചെയ്യുക. എല്ലാവരും ചെയ്തോളന്നില്ല, ബട്ട് ദെൻ അതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ അങ്ങനെയാണ്. പക്ഷേ ഇനി അത് AI നേറ്റീവ് ആവും എന്നാണ് പറയേണ്ടത്. അതായത് കമ്പനികൾ AI നേറ്റീവ് ആവും. എന്താ വെച്ചാൽ ഈ കറൻറ്റ് വർക്ക് ഫ്ലോ ഒന്നും ആവശ്യമില്ല.
ഇപ്പോൾ നമ്മുടെ ഒരു നോളേജ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വെക്കുക, ഇന്ന് അതിൽ അടിപൊളിയായിട്ട് AI കൈകാര്യം ചെയ്യാൻ തുടങ്ങി. AI ടെസ്റ്റുകൾ പാസ്സാവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഇനി അതേ രീതിയിലുള്ള, അതായത് അതിൽ ഈ നോളേജ് വർക്ക് മോസ്റ്റ്ലി പാറ്റേൺ പ്രൊഡിക്ഷനാണ്. അതിൽ നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് നമ്മൾ പല പല ടാബുകൾ കൈകാര്യം ചെയ്യുന്നതാണ് നമ്മളെ വർക്ക് എന്ന് വെക്കുക. ഇവിടെയുള്ള ഇൻഫർമേഷൻ എടുത്ത് അവിടെ ഉപയോഗിക്കുകയും അങ്ങനെ ആ പരിപാടി ചെയ്യുകയാണെന്ന് വെക്കുക. അതൊക്കെ AI ഏജൻറ്റുകൾ ചെയ്യും. അപ്പോൾ നോളേജ് വർക്ക് ശരിക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഗ്യാപ്പുകൾ ഇപ്പോൾ കാണുന്നില്ലേ? ഈ ഗ്യാപ്പുകൾ സോൾവ് ചെയ്യാൻ ഇപ്പോൾ അടുത്തൊന്നും വരില്ല നിങ്ങളെ എസ്റ്റിമേഷൻ ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. അതായത് ഞങ്ങൾ ChatGPT എക്സ്പെക്ട് ചെയ്തിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ മതി. ChatGPT പോലത്തെ ഒരു ടെക്നോളജി നമ്മൾ എത്ര വർഷം കൊണ്ടാണ് എക്സ്പെക്ട് ചെയ്തിരുന്നതെന്ന് ആലോചിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തിനകത്ത് അതിൽ വന്ന ചേഞ്ചുകളാണ് രണ്ടാമതായിട്ട് പരിശോധിക്കേണ്ടത്. ഇത് രണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഡോണ്ട് ഇഗ്നോർ ദിസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എന്താ വെച്ചാൽ ഡെഫിനറ്റ്ലി നോളേജ് വർക്കിൽ വെരി സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകളുണ്ട്. ഒരു 90% ഓഫ് നോളേജ് വർക്കുകളും അത് ഗവൺമെൻറ് ലീഗലി റെഗുലേറ്റ് ചെയ്യാത്ത, അതായത് ഇപ്പോൾ ഡോക്ടർ ഒരു നോളേജ് വർക്ക് തന്നെയാണ്, ബട്ട് ദെൻ അത് ഗവൺമെൻറ് പറയുന്നുണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് വേണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളില്ലാത്ത ഇൻഡസ്ട്രികളിൽ ഇത് ഫസ്റ്റ് ലെവൽ ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഇരുന്നിട്ട് അതിനകത്ത് മാത്രം ചെയ്യുന്ന ജോലികളാണെങ്കിൽ ഇമ്പാക്റ്റ് ഗ്യാരൻറ്റീഡ് ആണ്. അപ്പോൾ ബിസിനസ് മോഡലുകളെ കംപ്ലീറ്റ് റിജുവനേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ AI നേറ്റീവ് ബിസിനസ്സുകൾ വരും എന്നുള്ളതാണ്. ഇതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞ 2025 മാത്രം ലോകത്തുള്ള വലിയ ആൾക്കാരായിട്ട് പറയുന്നത് ബില്യനേഴ്സ് കൈൻഡ് ഓഫ്, അവർ മാത്രം $2.2 ട്രില്യൺ അവരുടെ ആസ്തിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഡാറ്റ കാണിക്കുന്നത്. ഒറ്റ കൊല്ലത്തിൽ $2.2 ട്രില്യൺ. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും, അംബാനിയുടെ ടോട്ടൽ അസറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിലയൻസ് ഗ്രൂപ്പിൻ്റെ മൊത്തം ആസ്തി, ഇത്രയും സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് ഇലോൺ മസ്കിൻ്റെ സമ്പത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയൊക്കെ നിങ്ങളൊരു പക്ഷം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ AIയിൽ കാര്യമായ കളികൾ കളിക്കുന്ന ആൾക്കാരാണ്, ആ മേഖലയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. സോ നമ്മളിതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വാല്യൂ ക്രിയേഷന് പുതിയ ഫോമുകൾ വന്നു. ഒരുപാട് പുതിയ ബില്യനേഴ്സ് ഉണ്ടായി. 18 വയസ്സിൽ ബില്യനെയറായ ആൾക്കാരുണ്ട്, 20s ബില്യനെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ സെപ്റ്റോ IPOയിലേക്ക് പോവുകയാണ്. സെപ്റ്റോൻ്റെ ആദിത് പലീച്ച, അദ്ദേഹത്തിൻ്റെ കോഫൗണ്ടർ, ഇവരൊക്കെ 20s, അത് ഏർലി 20s ആൾക്കാരാണ്. അപ്പോൾ ഒരു പുതിയ ഫോം ഓഫ് വാല്യൂ മേക്കിംഗ് വന്നിട്ടുണ്ട്. അത് എക്സിസ്റ്റിംഗ് മോഡലുകളെ ഒന്നും അവർ നിൽക്കുന്നില്ല. മാത്രമല്ല, പണ്ട് ഒരു $1 ബില്യൺ കമ്പനിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം വേണം, ആയിരക്കണക്കിന് സ്റ്റാഫ് വേണം, ഭയങ്കരമായിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വന്ന് കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ചുരുങ്ങിയ പീരീഡിൽ ഇവർ എന്ത് ചെയ്യാണ്, ഒരു ഹ്യൂജ് ലെവൽ വാല്യൂ ക്രിയേഷൻ അത് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കാണുന്ന തരത്തിലുള്ള കമ്പനികളെയോ വർക്ക് ഫ്ലോനെയൊക്കെ കോമ്പറ്റീഷൻ ഒരുപാട് കൂടും. എന്താ വെച്ചാൽ someone who is actively using this, അവർക്ക് ഇതിൻ്റെ കോസ്റ്റ് 0 ആവുമല്ലോ. ശരിക്കും ഒരു ഐഡിയ ഉണ്ടായി, ആ ഐഡിയനെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അനുഭവം പറയാം. ഇപ്പോൾ ഞങ്ങൾ ഇഡാപ്റ്റ് തുടങ്ങിയ കാലത്ത് ഒരു 1.5 വർഷം എടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ആപ്പ് വൃത്തിയായിട്ട് ഒരു കോൺഫിഡൻ്റലി മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് റെഡിയായി വരാൻ. നമ്മൾ പിന്നെ അത് ആദ്യം കുറേ ഫീച്ചറുകൾ കൊണ്ടാണ് തുടങ്ങുക, പിന്നീട് നമ്മൾ പല ഫീച്ചറുകൾ വേണ്ടെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് വരില്ലേ. അങ്ങനെ അതിനെ ഐട്രേറ്റ് ചെയ്ത് ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും 1.5 വർഷം. ബട്ട് ദെൻ ഇന്നിപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, എന്നാൽ അടുത്ത് പോയിട്ട് നമ്മൾ ഐഡിയ ജനറേറ്റ് ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് കുറേ ലൈൻ ഓഫ് കോഡ് എഴുതിയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് മാറിയിട്ട് നമ്മൾ നമ്മുടെ നീഡിനെ ക്യൂറേറ്റ് ചെയ്യണം, എനിക്കിതാണ് വേണ്ടതെന്ന്. ബാക്കിയൊക്കെ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. അതായത് നമ്മളും കമ്പ്യൂട്ടർ ലാംഗ്വേജോ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജും തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുക. ആ ദൂരം ഇനിയും കുറയുമ്പോൾ ഐഡിയ ടു ആക്ഷൻ ടൈം റിക്വയർമെൻറ്റ് 0 ആയിട്ട് മാറും. ഇതിനെ വെച്ചിട്ട് തന്നെ ഫിസിക്കൽ വേൾഡിലുള്ള യന്ത്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഐഡിയ ടു എക്സിക്യൂഷൻ്റെ ടൈം ഒരുപാട് കുറയും. അതെങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞ് ബോധമാക്കി തരണമെന്ന് അറിയില്ല. ബട്ട് ദെൻ ആ ഒരു ടൈം കൺസ്ട്രെയിൻസ് ഒരുപാട് കുറയും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ നെക്സ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ സർട്ടിഫിക്കറ്റിനോ ക്രെഡൻഷ്യൽസിനോ വേണ്ടിയിട്ട് ഡിഗ്രി എടുക്കുന്നില്ലേ? അപ്പോൾ ഡിഗ്രി എടുക്കേണ്ട എന്നല്ല ഞാൻ ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇത് കേൾക്കുന്നതിൽ പല കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിലരെല്ലാം സ്വന്തമായിട്ട് നല്ല ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അവർക്ക് കാര്യമായിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെയും മേലെ ചവിട്ടി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. പല ആൾക്കാർ ഇതിൻ്റെയൊക്കെ അടിമകളാണ്. എന്താ വെച്ചാൽ ഇതിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ടൂളായിട്ട് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. പക്ഷേ ഈ മാറ്റങ്ങളൊന്നും ഏതെങ്കിലും ഒരു സ്ട്രാറ്റയെ മാത്രം ബാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ പുതിയ അവസരങ്ങൾ തേടുന്നവർ നിലവിൽ ബാധിക്കാത്ത മേഖലകളിലേക്കൊക്കെ ഇതിനെങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ആ ഒരു കോമ്പറ്റീഷൻ ഇനി ഒരുപാട് കൂടും എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ശരിക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച് നമ്മളറിഞ്ഞ് ഇതെല്ലാം ചെയ്തെടുക്കേണ്ടുന്ന കാര്യമില്ല. നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ലെവൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ഇൻ്റലിജൻസ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ 1000 അങ്ങനത്തെ ആൾക്കാരെ ഹയർ ചെയ്ത് പണിയെടുപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ് എല്ലാവർക്കും അവൈലബിൾ ആണ്.
അവിടെ ഇലോൺ മസ്ക് എന്ന ഉമർ എന്നുള്ള മാറ്റമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൽ നമ്മുടെയൊക്കെ ഫ്യൂച്ചർ ഒരുപാട് ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെയൊക്കെ ഇടയിലും സസ്റ്റെയിൻ ചെയ്യുന്ന സൊസൈറ്റിയിലെ പെയിൻ പോയിന്റുകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. തിങ്ക് ലൈക്ക് എ ഫൗണ്ടർ. വർക്കർ മെൻറ്റാലിറ്റി വിട്ടേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കമ്പനിക്ക് എൻ്റയർ വർക്ക് ഫ്ലോനെ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലി ചിലപ്പോൾ നിലനിർത്തേണ്ടെന്ന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ വർക്കർ ആവുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ഫൗണ്ടറെ പോലെ തിങ്ക് ചെയ്തിട്ട് നിങ്ങളെ ഇപ്പോൾ നിലവിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്നൂടെ എന്ന് ഫൗണ്ടറോട് അങ്ങോട്ട് പോയി ചോദിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആയിരിക്കുമല്ലോ കൂടുതൽ ശേഷി ഉണ്ടാവുക, നിങ്ങൾ റെക്കമെൻഡ് ചെയ്താണല്ലോ. അങ്ങനെ ഓണർഷിപ്പ് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ശൈലി നിങ്ങൾ 2026 കൊണ്ടുവരിക. ഇതൊരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഇതൊന്ന് തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ തന്നെയായിരിക്കും ഇനിയുള്ള കാലങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ ബാഗേജും കൊണ്ട് നടക്കാതിരിക്കുക, പുതിയ മോഡലുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. എല്ലാവരും തിങ്ക് ലൈക്ക് എ ഫൗണ്ടർ. എന്നിട്ട് ഈ സാങ്കേതിക വിദ്യകളൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം. എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഡിഗ്രികൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ കല്യാണ മാർക്കറ്റിലൊക്കെ ഇനിയും ഒരുപക്ഷെ ഡിമാൻഡ് ഉണ്ടാവും. എന്താ വെച്ചാൽ ഞാനത് നമ്മൾ ഒരു ടീമിലുള്ള പയ്യനോട് പറയായിരുന്നു, എടാ ഇതൊന്നും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്കില്ലുണ്ടായാൽ മതി, നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടായാൽ മതി. സ്കില്ലുണ്ടാവുക എന്ന് പറഞ്ഞാൽ കുറേ സ്കില്ലുണ്ടെന്ന് വെറുതെ പറയല്ല കേട്ടോ. സ്കില്ലിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ചു കൊടുക്കുക, പ്രൊഡക്റ്റുകൾ ബിൽഡ് ചെയ്തിട്ടോ. നമ്മളെ പോർട്ട്ഫോളിയോ സംസാരിക്കണം എന്ന് പറയൂലേ. അപ്പോൾ അത് ആർക്കും ചെയ്യാം. അത് ജോലി കിട്ടിയാലേ പോർട്ട്ഫോളിയോ ഉണ്ടാക്കും എന്നുള്ളതൊന്നുമല്ല. നമുക്ക് ശരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയ ശരിക്കും നല്ലൊരു ടൂളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഷോക്കേസ് ചെയ്താൽ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യും. അപ്പോൾ ആൾക്കാർ ഫോളോ ചെയ്യും മീൻസ് ക്യാഷ് ഫോളോ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ചങ്ങാതിയോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഡിഗ്രി എടുത്തോ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനത്തെ ഹയർ വാല്യൂ സിസ്റ്റംസ് ഉള്ള സൊസൈറ്റിയിൽ ഒരു 5% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അവരെ മുൻപിൽ എൻ്റെ സ്കില്ല് കാണിച്ചാൽ മതിയാവും. ബട്ട് തന്നെ ഒരു 95% ആൾക്കാരും ട്രഡീഷണൽ ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യൂ ഉണ്ടാവും, ഡിഗ്രിക്ക് വാല്യൂ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിനക്ക് അവർക്കിടയിൽ ഒരു വാല്യൂ തരും. കാരണം ഇവരൊക്കെ ചേർന്നിട്ടുള്ളതാണല്ലോ സൊസൈറ്റി, അല്ലാതെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നവർ മാത്രമല്ലല്ലോ. അപ്പോൾ തിങ്കിങ്ങിൽ അത് വരുത്തിയാൽ മതി. അതായത് വെച്ചാൽ എഡ്യൂക്കേഷനിൽ പുതിയ മാറ്റങ്ങൾ ആവശ്യമാണ്. മക്കളെ പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാറ്റങ്ങൾക്ക് പഠിപ്പിച്ചോളി. അല്ലാതെ നിങ്ങൾ എത്ര തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലും കുട്ടിയുടെ കരിയറിൽ വലിയ മാറ്റമൊന്നും വന്നോളുന്നില്ല. A+കൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താലും സിമിലർ സിറ്റുവേഷനാണ്. ഒരു പുതിയ കൈൻഡ് ഓഫ് പ്രോബ്ലം സോൾവർ മെൻറ്റാലിറ്റിയുള്ള എല്ലാ പുതിയ മുന്നേറ്റങ്ങളെയും നല്ല രീതിയിൽ ആദ്യമേ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കുട്ടികളെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മാറ്റങ്ങളായിരിക്കും ഇനിയുള്ള കാലത്ത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് സംസാരിച്ചു. പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ റെഗുലറായിട്ട് പറയുന്ന കാര്യമാണ്. 2019 എൻ്റെ ആദ്യത്തെ പുസ്തകത്തിലും രണ്ടാമത്തെ പുസ്തകത്തിലും ഈ നമ്മൾ റെഗുലറായിട്ട് വീഡിയോകളിൽ സംസാരിക്കുന്നത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഗാ ട്രെൻഡുകളാണ്. ഈ മെഗാ ട്രെൻഡുകൾ ഇതൊന്നും ഈ ഐലൻഡുകളായിട്ട് സംഭവിക്കില്ല. ഇതൊക്കെ മനുഷ്യരുടെ മുകളിലും നമ്മളിന്ന് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതികളെയും നമ്മുടെ ജീവിത രീതിയെയും നമ്മുടെ വരുമാന രീതിയെയും ഒക്കെ തന്നെയായിരിക്കും മാറ്റുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രം എത്രമാത്രം നമ്മുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. 2025 മാത്രം ലോകത്ത് 33 രാജ്യങ്ങളിൽ 10,000-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുള്ള ജെൻസി റെവല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മുൻപ് വെച്ചാൽ ഇതിൽ ട്രാൻസ് നാഷണൽ പൊളിറ്റിക്സ് വരികയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കര ഒപ്റ്റിമിസം ഉണ്ടാവുന്നു, പക്ഷെ അതുപോലെയൊന്നും ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു പ്രോമിസ് ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതായത് ഇതൊന്നല്ലല്ലോ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അതിൽ അക്ഷമരായിട്ടുള്ള ആൾക്കാർ തെരുവിലിറങ്ങുന്നു, കത്തിക്കുന്നു. അപ്പോൾ ഇവർ ശരിക്കും പണ്ടത്തെ പോലെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ബാക്കിലായിട്ടല്ല വരുന്നത്. ഇവർക്കൊരു പുതിയ കൈൻഡ് ഓഫ് ഒരു പൊളിറ്റിക്സ് ഒക്കെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെൻസി പൊളിറ്റിക്സ് പലപ്പോഴും ഒരു പുതിയ അനിമേ തീംസിലും ഗെയിം തീംസിലും മറ്റുമൊക്കെ വരുന്നതായിട്ട് നമ്മൾ 2025 കണ്ടു. 2026 നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ ഒരു റിസർച്ച് റിപ്പോർട്ട് കാണുകയുണ്ടായി. ഒരുപാട് രാജ്യങ്ങൾ ജെൻസി റെവല്യൂഷൻ്റെ വക്കിലാണ്, എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും AI ഒക്കെ ഇതിനെ ആക്സിലറേറ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനീക്വാലിറ്റി ഒരുപാട് കൂടും AI കാരണം. പക്ഷേ ഈ ഇനീക്വാലിറ്റി പലപ്പോഴും ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഈ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ആൻഡ് വാച്ചിനുള്ള സ്കോപ്പില്ല. ഡു റിസർച്ച്. ഞാനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു എന്ന് കരുതിയിട്ട് അതങ്ങനെ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഡു യുവർ ഓൺ റിസർച്ച്. എന്നിട്ട് കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത രൂപീകരിക്കുക. ഈ മേഖലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാന മുന്നേറ്റങ്ങൾ, ഈ മെഗാ ട്രെൻഡുകളെ നമ്മൾ ഇനിയും ക്ലോസ്ലി വാച്ച് ചെയ്യും. ആ മേഖലയിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കാം. ഈ പുതിയ പുതിയ മുന്നേറ്റങ്ങളൊന്നും വരുന്നത് നമ്മളെ നന്നാക്കാനൊന്നും ആവില്ല എന്നുള്ള വ്യക്തമായ ബോധത്തോട് കൂടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും മാറി നിന്നിട്ടൊരു ജീവിതം സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കഷ്ണം തിന്നണം. കാരണം എന്താ വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മാംസമുള്ളത്. അപ്പോൾ നമ്മൾ അതിലെ മാസ്റ്റർ ആവുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കുറച്ച് റെക്കമെൻഡേഷൻസാണ് ഈ വീഡിയോക്കകത്ത് പറഞ്ഞത്. എല്ലാവരുടെയും 2026 അവർക്ക് നല്ല ഒരു അടിപൊളി വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.